بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്ന ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില മസ്അലകൾ കൂടി പറഞ്ഞുകൊണ്ട് ത്വലാഖുമായി ബന്ധപ്പെട്ട ആ വിഷയം അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഒരു കാര്യമാണ് ഒരാളുടെ മേൽ വ്യഭിചാരം ആരോപിക്കുക എന്ന് പറയുന്ന ഏറ്റവും നിഷിദ്ധമായ നികൃഷ്ടമായ കാര്യം. നീചമായ പ്രവർത്തനം ഒരാൾ ചെയ്തു എന്ന് ഒരാളുടെ മേൽ ആരോപിക്കുന്നതാണ് ഖദ്ഫ്. വൻ പാപങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കൂട്ടത്തിൽ സബ്ഉൽ മൂബിഖാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപാപങ്ങളായി അറിയപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് എണ്ണപ്പെടാറുള്ളത് ഖദ്ഫുൽ മുഹ്സനാത്ത്, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരോപണം പറയുക എന്നതാണ്. വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം അത് കാണുന്നത്. ഒരാളെ സംബന്ധിച്ച് വ്യഭിചാരം ആരോപിക്കുന്ന പക്ഷം വലിയ ഗുരുതരമായ തെറ്റാണത് എന്നും ആരോപിച്ച വ്യക്തി അയാളുടെ ആരോപണത്തിന് തെളിവായിക്കൊണ്ട് സാക്ഷികളെ കൊണ്ടുവരാത്ത പക്ഷം അയാൾക്ക് ദുന്യാവിൽ നിന്ന് തന്നെയും ശിക്ഷയുണ്ട് എന്ന ഗൗരവത്തോടെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യാതൊരു രൂപത്തിലുള്ള ചിന്തയും സൂക്ഷ്മതയും കൂടാതെ
പല ആളുകളെ സംബന്ധിച്ചും വ്യഭിചാരം ആരോപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പല ആളുകളും പറയാറുണ്ട്. അത് അയാൾ ഏറ്റെടുക്കേണ്ടി വരുന്ന പാപത്തിൻ്റെ ഗൗരവം എത്രയാണെന്ന് ആലോചിച്ചാൽ ഒരാളും അതിന് മുതിരുകയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അളീം. തീർച്ചയായും യർമൂന ആരോപിക്കുന്നവർ, ആരെ? അൽ മുഹ്സനാത്തി പരിശുദ്ധകളായ സ്ത്രീകളെ, പതിവ്രതകളായ ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ ആരോപണം പറയുന്നവർ. അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി, അൽ ഗാഫിലാത്ത് അശ്രദ്ധകളായ, ഇതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആളുകളെ, സത്യവിശ്വാസിനികളായ പതിവ്രതകളായ നിഷ്കളങ്കരായ സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം പറയുന്നവർ ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. അള്ളാന്റെ ലഅനത്താണ് അവർക്കുള്ളത്. ദുനിയാവിലും അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, പരലോകത്തും അവർക്ക് ശാപമുണ്ടായിരിക്കും. വലഹും അദാബുൻ അളീം, അവർക്ക് വമ്പിച്ച ശിക്ഷയാണ് വരാൻ പോകുന്നത്. ഏത് ദിവസം? യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ് വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. യൗമ തശ്ഹദു അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, ഈ ആരോപിച്ച ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. ആരാണ് അവിടുത്തെ സാക്ഷികൾ? അൽസിനത്തുഹും, അവരുടെ നാക്കുകൾ, അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. വഅയ്ദീഹിം, അവരുടെ കരങ്ങളും കൈകളും, വഅർജുലുഹും, അവരുടെ കാലുകളും. അപ്പൊ നാക്കും കൈകളും കാലുകളുമൊക്കെ ഈ ആരോപിച്ച വ്യക്തികൾക്കെതിരെ പരലോക കോടതിയിൽ സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഈ പ്രവർത്തനം നിമിത്തം. അതിനെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, യൗമഇദിൻ, അന്നത്തെ ദിവസം, യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത ഈ മഹാപാതകത്തിനുള്ള പ്രതിഫലം അന്നാണ് അവർക്ക് പൂർത്തിയാക്കി നൽകപ്പെടുക, അന്നവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. വയഅലമൂന, അവർക്ക് മനസ്സിലാകാറാകുമെന്ന്, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഹുവൽ ഹഖുൽ മുബീൻ, അവനാണ് വ്യക്തമായും സത്യമായിട്ടുള്ളവൻ എന്ന് അവർക്കന്ന് ബോധ്യമാകാനിരിക്കുന്നു. സൂറത്തുൻ നൂറിലെ 23, 24, 25 ആയത്തുകളാണ് നിങ്ങൾ ഈ കേട്ടുകഴിഞ്ഞത്. അപ്പൊ വളരെ ഗുരുതരമായ പാപമാണ് ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീയെ സംബന്ധിച്ച് ആരോപണം പറയൽ. ഇവിടെ അല്ലാഹു സത്യവിശ്വാസിനിയായ പതിവ്രതയായ സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയുന്നവർ എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാർ പുരുഷന്മാരെ സംബന്ധിച്ചോ പറഞ്ഞാലും ഇതേ ഗൗരവം തന്നെയാണ്. ഒരാളെ സംബന്ധിച്ചും ഒരാളുടെ മേലെ അയാൾ വ്യഭിചാരിയാണ്, അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പോലും പാടില്ല. അത്ര ഗുരുതരമാണത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഒരാൾ പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ലഅനത്താണ് അയാൾക്കുള്ളത്, കഠോരമായ ശിക്ഷയാണ് അയാൾക്കുള്ളത് എന്ന് ഗൗരവത്തോടുകൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഇങ്ങനെ ഇനി ആരെങ്കിലും പറയുന്നുവെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ ഒരാള്, ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അയാൾ വ്യഭിചാരിയാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്കൊരു ബാധ്യതയുണ്ട്, അത് തെളിയിക്കണം. അത് തെളിയിക്കണം. തെളിവില്ലാതെ വെറുതെ തൻ്റെ തൊള്ള കൊണ്ട് വെറുതെ വായ കൊണ്ട് പറഞ്ഞു നടന്നാൽ പോരാ, പറയാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ച് ഒരാളുടേതായ പോരായ്മകളും മോശത്തരങ്ങളും മറച്ചുവെക്കാനാണ് ഒരു മുഅ്മിൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇനി ഒരാളത് പറയുകയാണെങ്കിലോ,
പറയുകയാണെങ്കിൽ 4 സാക്ഷിയെ അയാൾ കൊണ്ടുവരണം എന്നാണ്. 4 സാക്ഷിയെ കൊണ്ടുവരണം. അത് വളരെ ഗൗരവമാണ്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു സൂറത്തുൻ നൂർ 4ഉം 5ഉം ആയത്തുകൾ. വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. സൂറത്തുൻ നൂർ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് എന്താ ഇവിടെ ഗൗരവത്തോടെ പറയുന്നത്. വല്ലദീന യർമൂനൽ മുഹ്സനാതി, പതിവ്രതകളായ ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരം ആരോപിക്കുന്നവർ, സുമ്മലം യഅ്തു, എന്നിട്ടവർ കൊണ്ടുവന്നതുമില്ല, ബിഅർബഅതി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരണമെന്നാണ്. വ്യഭിചാരം ഒരാളുടെ മേൽ സ്ഥിരപ്പെടണമെങ്കിൽ 4 ആള് കാണെ ഒരാൾ വ്യഭിചരിക്കണം. 4 ആള് കാണെ, 4 ആള് കണ്ടു എന്ന് സാക്ഷ്യമുണ്ടെങ്കിലേ ഒരാൾക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷ ഈ ദുന്യാവിൽ ഇസ്ലാമിക കോടതി വിധിക്കുകയുള്ളൂ. എന്നാൽ അല്ലാഹു തആല ഇവിടെ പറയാണ്, ഇങ്ങനെ ഒരാൾ വ്യഭിചാരാരോപണം ഒരാളെക്കുറിച്ച് ഇന്നവൻ വ്യഭിചരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് എന്നൊരാൾ പറഞ്ഞാൽ 4 സാക്ഷിയെ അയാൾ കൊണ്ടുവരണം. പറഞ്ഞാ പോരാ, അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ എഴുതിയാ പോരാ. ഈ കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം. തനിക്ക് വെറുപ്പുള്ളവരൊക്കെ കുറിച്ച് ലൈംഗികാപവാദം പറഞ്ഞു വരുത്തുന്ന കാലഘട്ടമാണ്. തനിക്കാരോടെങ്കിലും വിമിഷ്ടമുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ മീഡിയകളിലൂടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ കിട്ടിയാൽ മതി. അത് തൻ്റെ രോഷം തീർക്കാൻ, തൻ്റെതായ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളല്ലെങ്കിൽ അയാളോടുള്ള രോഷം തീർക്കാനൊക്കെ അത് ഫോർവേഡ് ചെയ്ത് സെൻഡ് ചെയ്ത് വളരെ മോശപ്പെട്ട ലൈംഗികാപവാദ പ്രചരണങ്ങൾ നടത്തുന്ന കക്ഷികൾ അവരാരായിരുന്നാലും ഗൗരവത്തോടെ മനസ്സിലാക്കണം, കഠിനമായി അള്ളാഹുവിൻ്റെ ശാപത്തിന് ഹേതുവാകുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതല്ല ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? 4 സാക്ഷികളെ ഹാജരാക്കണം. ഇല്ലെങ്കിൽ ഇസ്ലാമിക കോടതിയുടെ മുമ്പിൽ അയാൾ കുറ്റക്കാരനാണെന്ന് മാത്രമല്ല, അയാളുടെ മേൽ ശിക്ഷ നടപ്പാക്കും. ആരുടെ മേൽ? ഈ ആരോപണം പറഞ്ഞവന്റെ മേൽ. പറഞ്ഞവനാണ് ശിക്ഷ. എന്താണ് ശിക്ഷ? ഫജ്ലിദൂഹും, നിങ്ങൾ അവരെ അടിക്കുവീൻ. 80 ജൽദത്തൻ, 80 അടി. 80 അടിയാണ് ഈ ആരോപണം പറഞ്ഞവനുള്ളത്. തീർന്നില്ല. 80 അടിയാണ് കിട്ടിയാൽ പിന്നെ നന്നായിട്ടില്ല. വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാ, പിന്നെ അവരെ സാക്ഷ്യത്തിന് പോലും കൊള്ളുകയില്ല. വലാ തഖ്ബലൂ ലഹും, പിന്നീട് നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പാടില്ല. ഷഹാദത്തൻ, സാക്ഷ്യത്തിന് പോലും, അബദൻ, ഒരു കാലത്തും. ഒരാളുടെ മേൽ വ്യഭിചാരം ആരോപിച്ച അയാളുടെ പുറത്ത് 80 അടിയുണ്ട്. അതിൻ്റെ പുറമെ മരണം വരെ പിന്നെ അയാൾ ഒരു നിക്കാഹിന് സാക്ഷി നിൽക്കാൻ പറ്റൂല, ഒരു കേസിന് സാക്ഷി പറയാൻ അയാളെ പറ്റൂല. അയാൾ തെമ്മാടിയാണ്. അയാൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച 80 അടി കൊണ്ട ആളാണ്. അയാളഞ്ഞ് ഒരു വിഷയത്തിലും എന്തിനു പറ്റൂല? ഒരു സാക്ഷിയായിട്ട് കൊണ്ടുവരാൻ പോലും പറ്റൂല. അത്രത്തോളം അയാൾ ഫാസിഖായി. ഉലായിക, അക്കൂട്ടർ ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തോന്നിവാസികൾ, അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ, അവർ തന്നെയാണ് ദുർനടപ്പുകാർ, അവർ തന്നെയാണ് തെമ്മാടികൾ. കാരണം ഒരു തെമ്മാടിക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം ആ പ്രയോഗത്തിൽ നിന്ന്. അവരാണ് തെമ്മാടികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞതില്ലെന്ന് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നൊരു തെമ്മാടിക്കേ ഇങ്ങനെ ഒരാളുടെ മേൽ ആരോപണം പറയാൻ കഴിയുള്ളൂ. 2, ഈ രൂപത്തിലുള്ള പ്രവൃത്തി ഒരാൾ ചെയ്താൽ അത് മുതൽ അയാൾ തെമ്മാടി കൂട്ടത്തിലായി. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇനി ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, എന്നാൽ അതിൻ്റെയൊക്കെ ശേഷം പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, ഏത് തെറ്റുകൾ ചെയ്താലും അതിൽ നിന്നൊരു തൗബയുണ്ടല്ലോ. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, അതിൽ നിന്ന് അതിൻ്റെ ശേഷം പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, വസ്ലഹൂ, അവർ ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്താൽ അവരൊഴികെ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, എങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. തൗബ ചെയ്ത് മടങ്ങിയാൽ അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിടത്തും
സാക്ഷിത്വത്തിന് പറ്റൂല എന്ന് പറഞ്ഞത് ഒഴിവാകൂല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. കാലാകാലം അവന്റെ സാക്ഷിത്വത്തിന് പിന്നെ പറ്റൂല. അങ്ങനെ തന്നെ ഒരു നിലനിൽക്കും. കാരണം വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാൻ അല്ലാഹു പറഞ്ഞല്ലോ. എന്നൊന്നും ഒരു കാലത്തും അയാളുടെ സാക്ഷിത്വത്തിന് പറ്റൂല. അപ്പൊ അത്ര സീരിയസ് ആണ്, വളരെ ഗുരുതരമായ പാപമാണ് ഒരാളെ സംബന്ധിച്ച് വ്യഭിചാരം ആരോപിക്കൽ. പറഞ്ഞവൻ അത് തെളിയിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ മിണ്ടരുത്, അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല. മൂന്നാള് കണ്ടിട്ടുണ്ട്, പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു, ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടു, എനിക്ക് പറയാൻ പാടില്ല. പറയാൻ പാടില്ല. കാരണം എന്താ? സാക്ഷിയില്ലല്ലോ. സാക്ഷിയില്ലാതെ ഞാൻ പറഞ്ഞാൽ 80 അടി എന്റെ പുറത്താണ്, എനിക്ക് 80 അടിയാണ്, കാലാകാലം ഞാൻ തെമ്മാടി ലിസ്റ്റിലാണ്, ഒരു കാലത്തും എന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. എത്ര ഗുരുതരമാണ്. ആളുകൾ എത്ര ഈസി ആയിട്ടാണല്ലേ ഇടപെടുന്നത്. എത്ര പേര് പറഞ്ഞോ അത്ര ആളുകൾക്കും ഈ ശിക്ഷ കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി പറഞ്ഞ മാത്രമല്ല, ഒരു 10 ആളാ പറഞ്ഞത്, 100 ആള് പറഞ്ഞു, എത്ര പേരതിൽ ഭാഗഭാക്കായോ അവരുടെ ഒക്കെ പുറത്ത് 80 അടി വീതാണ്. മനസ്സിലാക്കണം. അപ്പൊ ഈ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉള്ള കാലത്ത് ഓരോരുത്തരങ്ങ് സെൻഡ് ചെയ്ത്, നമ്മൾ സെൻഡ് ചെയ്ത് അത് കണ്ടിട്ട് വേറൊരുത്തൻ സെൻഡ് ചെയ്യുമ്പോ എത്ര ആയിരം ആളുകളുടെ മേൽ പാപത്തിന്റെ ഭാരമുണ്ട്. അതുകൊണ്ട് ആലോചിക്കണം. കേൾക്കാൻ നല്ല ചന്താണുള്ളത് ഈ വിഷയം. സംസാരിക്കാനും കേൾക്കാനും ചർച്ച ചെയ്യാനൊക്കെ എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരാണിനെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള ലൈംഗികാപവാദം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. ആളുകൾക്കുണ്ട്. ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് മണിക്കൂറുകൾ കിട്ടിയാലും തികയൂല. എന്നാൽ മുസ്ലിമായ പടച്ചവനെ പേടിയുള്ള റബ്ബിനെ ഭയമുള്ള ഒരു മുസ്ലിം ഗൗരവത്തോടെ ആലോചിക്കണം. തൻ്റെ കണ്ണുകൊണ്ട് ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും എനിക്കത് പരസ്യപ്പെടുത്താൻ പറ്റൂല. ഞാനത് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാനതിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയില്ല, ഞാൻ മിണ്ടാതിരുന്നോളണം. 2 ആള് കണ്ടു, പറ്റുമോ? പറ്റൂല. 3 ആള് കണ്ടു, പറ്റുമോ? പറ്റൂല. 4 ആള് കണ്ടു, പറ്റൂല. ഇവന് പുറമെ 4 ആള് വേണം. കണ്ട ഈ വാദിച്ച ഇവന് പുറമെ എത്ര സാക്ഷികളെ ഹാജരാക്കണം? 4 സാക്ഷികളെ ഹാജരാക്കണം. കേട്ടിട്ടാ നമ്മൾ ഈ ലൈംഗികാപവാദം പ്രചരിപ്പിക്കുന്നത്. കണ്ടവരുണ്ടോ? ആരാ കണ്ടത്? എവിടുന്നാ കണ്ടത്? എങ്ങനെയാ കണ്ടത്? ഉണ്ടോ? ഇല്ല. ആരൊക്കെയോ എഴുതി, എവിടെയൊക്കെയോ വായിച്ചു, ഏതോ ഫോൺ കോള് വന്നു, എന്നിട്ട് അത് സംബന്ധമായിട്ട് അങ്ങനെ ചെയിനായിട്ട് പ്രചരിപ്പിക്കാണ്. എത്ര ഗുരുതരമായ പാപമാണത്. അതുകൊണ്ട് പറയാവതല്ല. ഒരാളുടെ പാപം മറച്ചു വച്ചാൽ അള്ളാഹു നാളെ പരലോകത്ത് അവന്റെ പാപങ്ങൾ മൂടിവെക്കും. മൻ സത്തറ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുഷ്ചെയ്തി അതേത് കാര്യമാവട്ടെ, ഒരാൾ മാലോകരെ അറിയിക്കാതെ മൂടിവെക്കുകയാണെങ്കിൽ, അയാളുടെ അന്തസ്സിനെ ഹനിക്കാതെ, അയാളെ അപമാനിക്കാതെ ഒരാളെ മൂടിവെക്കുകയാണെങ്കിൽ, നാളെ പരലോകത്ത് ജനകോടികളുടെ മുമ്പിൽ നമ്മളെയും അള്ളാഹു വഷളാക്കാതെ നമ്മുടെയും പാപങ്ങൾ അള്ളാഹു മറച്ചു വെച്ച് പൊറുത്തു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. അപ്പൊ സുഹൃത്തുക്കളെ, വ്യഭിചാരാരോപണം എന്ന് പറയുന്നൊരു വ്യഭിചാരം തന്നെ എത്ര കുറ്റായിരിക്കും? വ്യഭിചാരം എത്രത്തോളം ഗുരുതരമായിരിക്കും? എന്തേ കാരണം? വ്യഭിചാരം ആരോപിച്ചാൽ വരെ ഇത്ര ഗുരുതരമാണ് ശിക്ഷയെങ്കിൽ വ്യഭിചരിച്ചാൽ എത്രയായിരിക്കും അതിന്റെ ശിക്ഷ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതെന്തിനാ ഞാൻ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്? ഇനിയാണ് ഈ ആമുഖം പറഞ്ഞാലേ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ത്വലാഖിന്റെ ഒരു ഇനമാണ് ഇനി പറയാൻ പോകുന്നത്. ലിആൻ എന്നാണ് അതിന് അറബിയിൽ പറയുക. ഇസ്ലാമിന്റെ സാങ്കേതികമായ പ്രയോഗമനുസരിച്ച് ലിആൻ എന്ന് പറഞ്ഞാൽ ശപിച്ച് പിരിയലാണ്. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ശപിച്ച് പിരിയ. ആ ശാപത്തിന്റെ വാക്കുകൾ പറയുന്നതോടുകൂടി ത്വലാഖ് കഴിഞ്ഞു. അങ്ങനെ ഒരു പിരിയുന്ന ഏർപ്പാടുണ്ട്. അതെപ്പോഴാ? അപ്പൊ ഇത്ര ഗൗരവമാണ് വിഷയം എന്ന് മനസ്സിലായല്ലോ. എന്ത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ ഇങ്ങോട്ടോ വ്യഭിചാരം ആരോപിച്ചാൽ 4 സാക്ഷികളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആരോപിച്ചവന്റെ പുറത്താണ് 80 അടി വീഴുക. ആരോപിച്ചവനാണ് കാലാകാലം തെമ്മാടി ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെടുക എന്ന് ഗൗരവത്തോടെ അല്ലാഹു തആല പറഞ്ഞുവെങ്കിൽ ഒരു പ്രശ്നം സ്വാഭാവികമായും, ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. എന്താ ചോദ്യം? ഭാര്യ വ്യഭിചരിക്കുന്നത് ഭർത്താവ് കണ്ടു, എന്താ നിവൃത്തി? ഭാര്യ വ്യഭിചരിക്കുന്നത് ഭർത്താവ് കണ്ടു, തന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷൻ സഹശയനം നടത്തുന്നത് കണ്ടു.
എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഭർത്താവിന്? അയാൾ 4 ആളെ തെരഞ്ഞോടണോ? അയാൾ 4 സാക്ഷികളെ കൊണ്ടുവരണ്ടേ? വരികടാ, എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നുണ്ട്, നിങ്ങൾ 4 ആള് കണ്ടാലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോണോ? വല്ലാത്തൊരു വിഷയമല്ലേ അത്? മിണ്ടാൻ പാടില്ല, അടികൊള്ളുമെന്ന് വിചാരിച്ച് ഈ ഭർത്താവ് ഇത് മനസ്സിൽ ഒതുക്കിയിട്ട് ആ ഭാര്യയുടെ കൂടെ പൊറുക്കുന്നതിലും ഭേദം പിന്നെ നരകതുല്യമല്ലേ ആ ജീവിതം? തന്റെ ഭാര്യയെ സംശയിക്കല്ല, നേർക്ക് നേരെ കണ്ടു. ഇനിയും അവർ യോജിച്ചു പോകണം. 4 ആളെ സാക്ഷി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മിണ്ടാനും നിവൃത്തിയില്ല. മിണ്ടിയ അടിയും ഉറപ്പാണ്, കാലാകാലം തെമ്മാടി ലിസ്റ്റിലുമാണ്. എന്ത് ചെയ്യും ഒരു ഭർത്താവ്? ഇതൊരു വിഷയല്ലേ? ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതിനൊരു പരിഹാരം വേണ്ടേ? വേണം. ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതമാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിയമം അവതരിപ്പിച്ച നിയമനിർമ്മാതാവാണ് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെയാണ് ലിആൻ എന്ന് പറയുന്ന ഈ മസ്അലയുടെ പ്രസക്തി കടന്നു വരുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അതെന്താ? സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവത്തിന്റെ ചുരുക്കം എന്താണ്? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി, ഹിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖദഫ ഇംറഅതഹു, തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരം ആരോപിച്ചു. ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ വന്നിട്ട് തന്റെ ഭാര്യ ബിശുറൈക് ഇബ്നു സഹ്മാ, ശുറൈക് എന്ന് പറയുന്ന പുരുഷനുമായിട്ട് എന്റെ ഭാര്യ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലിനോട് പറഞ്ഞു, അൽ ബയ്യിന, തെളിവ് കൊണ്ടുവരണം, തെളിവ് കൊണ്ടുവരണം. ഔ ഹദ്ദുൻ ഫീ ലഹ്രിക്, അല്ലെങ്കിൽ നിന്റെ പുറത്ത് അടിയാണ്, 80 അടി, അല്ലെങ്കിൽ നിന്റെ പുറത്ത് അടിയാണ്, തെളിവ് കൊണ്ടുവരണം. ഭാര്യ ഇന്ന വ്യക്തിയുമായി വ്യഭിചരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനോട് കംപ്ലൈന്റ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെളിവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ പുറത്ത് അടിയാണ്. ഫഖാല, സഹാബി ചോദിക്കുകയാണ് ആ നേരത്ത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇദാ റആ അഹദുനാ അല ഇംറഅതിഹി റജുലൻ, ഒരാൾ തന്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ യംതലിഖു, അയാൾ പോയിട്ട് യൽതമിസുൽ ബയ്യിന, തെളിവന്വേഷിച്ചു പോണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് സ്ഥാപിക്കാൻ വേണ്ടി 4 ആളെ വിളിച്ചുകൊണ്ടിരണോ? അങ്ങനെ പോണെന്നാണോ നബിയെ നിങ്ങൾ പറയുന്നത്? ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ യഖൂൽ, പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യത്തെ മറുപടി അൽ ബയ്യിന വ ഇല്ലാ ഹദ്ദുൻ ഫീ ലഹ്രിക്, തെളിവ് കൊണ്ടുവരണം, തെളിവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ പുറത്ത് അടിയാണ്. ഈ ഘട്ടത്തിൽ ഈ സഹാബി എന്താ ചെയ്യാൻ പറ്റുക? അള്ളാഹിന്റെ റസൂലിനും വേറൊന്നും പറയല്ല, നിയമമൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. നബിതങ്ങൾക്ക് വേറെന്തോ പറയാൻ പറ്റുമോ? അതുവരെ ഇറങ്ങിയ ആയത്തിൽ എന്താ ഉള്ളത്? 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആരോപിച്ചവന്റെ പുറത്ത് അടിയാണ്, 80 അടിയാണ്. ആ നിയമം അന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അള്ളാഹിന്റെ റസൂലിന് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കൂലല്ലോ. അവിടുന്ന് ദീനിന്റെ കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ലല്ലോ. റബ്ബിന്റെ വിധി വേണ്ടേ? ശുറൈക്ക് മായി വ്യഭിചരിക്കുന്ന കാഴ്ച കണ്ടു എന്ന് പറയുന്ന ഹിലാൽ നിസ്സഹായനാവുകയാണ്. എന്ത് ചെയ്യണം? അള്ളാഹിന്റെ റസൂൽ ആവർത്തിച്ച് റസൂലിനോട് ഇത് പറയുമ്പോഴൊക്കെ റസൂലും ഇത് ആവർത്തിക്കണം, തെളിവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ പുറത്ത് അടിയാണ്. ഈ ഘട്ടത്തിൽ ഈ സഹാബി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ഇന്നി ലസാദിഖുൻ, അള്ളാഹിന്റെ റസൂലേ, അങ്ങയെ സത്യവുമായി നിയോഗിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നി ലസാദിഖുൻ, ഞാൻ സത്യം പറയുന്നവരാണ്, ഞാൻ സത്യമാണ് നബിയെ പറയുന്നത്. വലയുൻസിലന്നല്ലാഹു മാ യുബരിഉ ലഹ്രി മിനൽ ഹദ്ദി, എനിക്ക് ഉറപ്പുണ്ട് എന്റെ പുറത്ത് നിന്ന് അടിശിക്ഷ ഒഴിവാക്കുന്ന ഒരു നിയമം എന്റെ കാര്യത്തിൽ അല്ലാഹു ഇറക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നെപ്പോലെയുള്ളവരുടെ കാര്യത്തിൽ ഒരു വിധി റബ്ബ് ഇറക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് പറയേണ്ട താമസം അപ്പോഴേക്ക് ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. വഅൻസല അലൈഹി ഖൗലുഹു തആലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനദാ അല്ലാഹുവിന്റെ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. നിയമം ഇറങ്ങുകയാണ്.
സൂറത്തുന്നൂറിലെ ആയത്തുകൾ ഇറങ്ങുകയാണ്. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സാദിഖീൻ والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. ഈ ആയത്തുകൾ ഇങ്ങനെ അവതരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ശ്രദ്ധിക്കുക. വല്ലദീന യർമൂന അസ്വാജഹും, തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ആരോപണം പറയുന്നവർ, അങ്ങനെ തങ്ങളുടെ ഇണകളെ സംബന്ധിച്ച് തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് വ്യഭിചാരം ആരോപിക്കുന്ന ആളുകൾ, വലം യകുല്ലഹും, അവർക്കൊട്ടില്ലതാനും, ശുഹദാഉ, സാക്ഷികളില്ല, ഇല്ലാ അൻഫുസുഹും, അവരുടെ സ്വന്തം ദേഹങ്ങളല്ലാതെ, സ്വന്തം കണ്ടതാണ്, ആരെയും സാക്ഷിയായിട്ട് കൊണ്ടുവരാനില്ല. അങ്ങനെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ല എന്നാണോ? ഇല്ല, നിവൃത്തിയുണ്ട്. അതെന്താണ്? ഫശഹാദതു അഹദിഹിം 4 ശഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സാദിഖീൻ. അയാൾക്കൊന്നുകിൽ അത് മറച്ചുവെച്ച് പുറത്തു കൊടുക്കാം, അതല്ല പറയുന്നത്. എന്നാൽ പുറത്തു പറയുമ്പോ ആ പുറത്തു പറയുന്നതിന് 4 സാക്ഷികളെ കൊണ്ടുവരാനില്ലല്ലോ. എങ്കിൽ അയാൾക്ക് ഇനി ഒരു മാർഗമുണ്ട്. അയാളുടെ പുറത്തു നിന്ന് അടിശിക്ഷ ഒഴിവാകാനുള്ള മാർഗം എന്താണ്? ഫശഹാദതു അഹദിഹിം, അവരിൽ ഒരാൾ സാക്ഷി പറയലാണ്. അഥവാ ഈ ഭർത്താവ് 4 വട്ടം സാക്ഷി പറയണം. ഒരു ന്യായാധിപന്റെ, ഒരു ഖാദിയുടെ മുമ്പിൽ വെച്ച് ഈ ഭർത്താവ് 4 തവണ സാക്ഷി പറയണം. എന്താണ് 4 വട്ടം പറയേണ്ടത്? എന്താണ്? 4 ശഹാദാതിൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് 4 വട്ടം സാക്ഷി പറയണം. എന്ത്? ഇന്നഹു ലമിനസ് സാദിഖീൻ, തീർച്ചയായും അവൻ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെ. ഞാൻ സത്യമാണ് പറയുന്നത് എന്നിങ്ങനെ 4 വട്ടം സാക്ഷി പറയണം. ഞാൻ സത്യമാണ് പറയുന്നത്, ഇങ്ങനെ 4 വട്ടം അയാൾ എന്ത് ചെയ്യണം? സാക്ഷി പറയണം. 4 വട്ടം സാക്ഷി പറയുന്നതോടുകൂടി തീർന്നില്ല. 5-മതും അയാൾ പറയണം. വൽ ഖാമിസതു, 5-മത്തെ വട്ടം അയാൾക്കെതിരെ ദുആ ഇറക്കുകയും വേണം. എന്താണ് അയാൾ 5-മതായി പറയേണ്ടത്? അന്ന ലഅനത്തല്ലാഹി അലൈഹി, നിശ്ചയമായും അല്ലാഹുവിൻ്റെ ലഅനത്ത്, അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടായിക്കോട്ടെ, എൻ്റെ മേൽ അല്ലാഹ് ശാപം ചൊരിഞ്ഞോട്ടെ. ഇൻകാന മിനൽ കാദിബീൻ, അവൻ കള്ളം പറയുന്നവനാണെങ്കിൽ, ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ അള്ളാന്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ എന്ന് 5-മതായി അയാൾ പറയണം. 4 വട്ടം അയാൾ പറയേണ്ടത് ഞാൻ സത്യമാ പറയുന്നത്, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ സത്യമാണ് പറയുന്നത് എന്നിങ്ങനെ 4 സാക്ഷി, മറ്റൊരാൾ 4 സാക്ഷി നിൽക്കുന്നതിന് ബദലായിട്ട് ഇയാൾ തന്നെ സ്വന്തം അങ്ങ് പറയാണ്, ഞാൻ സാക്ഷിയാണ്, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത് എന്നിങ്ങനെ ഒരു ഖാദിയുടെ, ന്യായാധിപന്റെ മുമ്പിൽ വെച്ച് ഇയാൾ ഇങ്ങനെ പറയുകയും 5-മത്തെ തവണ അയാൾ പറയാണ്, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ, ഞാൻ പറയുന്നത് അസത്യവിരുദ്ധമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ. ഇതോടുകൂടെ അയാൾ കുറ്റത്തിൽ നിന്ന് എന്തായി? ഒഴിവായി. അയാൾ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ഇതിപ്പോൾ ആരെക്കുറിച്ചാ പറഞ്ഞത്? ഭാര്യയെ കുറിച്ച്. അപ്പം അയാൾ ഇത് പറയുന്നതോടുകൂടി അയാൾ പറഞ്ഞ കാര്യം അയാൾ സ്ഥാപിച്ചു, അയാൾ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ഇനിയിപ്പോ പ്രതി ആരായി? ഭാര്യ പ്രതിയായി അല്ലേ? അപ്പൊ അവൾക്ക് അടി കൊടുക്കണ്ടേ? ഇനി അവളുടെ മേലിൽ നിന്ന് അടിശിക്ഷ ഒഴിവാകാൻ അവൾക്കും വേണ്ട മാർഗം. പുരുഷന് മാത്രം നിയമറക്കിയാൽ പോരല്ലോ, പെണ്ണിനും വേണല്ലോ. അപ്പൊ പെണ്ണെന്ത് പറയണം? അവളും തൻ്റെ ശരീരത്തിൽ നിന്ന് ശിക്ഷയെ തടുക്കണം.
അവളും തൻ്റെ ബോഡിയെ രക്ഷിക്കണം, ശിക്ഷയിൽ നിന്ന് തടുക്കണം. എങ്ങനെയാണ് അവൾ ചെയ്യേണ്ടത്? അൻ തശ്ഹദ അർബഅ ശഹാദാത്തിൻ ബില്ലാഹ്, 4 തവണ അവളും സാക്ഷി പറയണം. എന്ത്? ഇന്നഹു ലമിനൽ കാദിബീൻ, ഇയാൾ കള്ളം തന്നെയാണ് പറയുന്നത്, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. അത് 4 തവണ ഈ പെണ്ണ് സാക്ഷി നിൽക്കണം കോടതിയിൽ, ന്യായാധിപന്റെ മുമ്പിൽ, ഖാദിയുടെ മുമ്പിൽ പോയിട്ട് ഈ പെണ്ണ് പറയണം അയാൾ നുണയാണ് പറയുന്നത്. 4 തവണ അത് ആവർത്തിക്കണം, സാക്ഷ്യപ്പെടുത്തണം. ഇന്നഹു ലമിനൽ കാദിബീൻ, അയാൾ എന്നെക്കുറിച്ച് പറയുന്നത് പച്ച പൊള്ളാണ്, കളവാണെന്ന് പറയണം. തീർന്നില്ല, അതുകൊണ്ടും തീർന്നില്ല. അതിപ്പോ 4 സാക്ഷിക്ക് ബദലല്ലേ ആയുള്ളൂ. വൽ ഖാമിസത, 5-ാമത്തെ തവണ അവൾ പ്രാർത്ഥിക്കണം അവൾക്കെതിരെയും, അന്ന ഗദബല്ലാഹി അലൈഹാ, തീർച്ചയായും അല്ലാഹുവിന്റെ കോപം വർഷിക്കട്ടെ എൻ്റെ മേൽ. ഇൻകാന മിനസ് സാദിഖീൻ, അവൻ സത്യം പറയുന്നവനാണെങ്കിൽ, ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അവളുടെ മേൽ അള്ളാന്റെ കോപമുണ്ടായിക്കൊള്ളട്ടെ. അപ്പൊ അവള് പറയുമ്പോ എന്തു പറയണം? അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ മേൽ അള്ളാന്റെ കോപമുണ്ടായിക്കൊള്ളട്ടെ എന്ന് പറയണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നിയമർക്കിയത്. ഇതാണ് പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കും? രണ്ടാളും തമ്മിൽ പിന്നെ ത്വലാഖിന്റെ ആവശ്യമില്ല, പിന്നെ അതോടുകൂടെ പിരിഞ്ഞു. അതോടുകൂടെ ഭാര്യാഭർത്തൃ ബന്ധം അവിടെ അവസാനിച്ചു. പുരുഷൻ അത് പറഞ്ഞു കഴിഞ്ഞു, പെണ്ണും അത് പറയുന്ന നേരത്ത്, അഥവാ 2 കൂട്ടരും ഇതിന് മെനക്കെടുന്ന നേരത്ത് കോടതിയിലെ ഖാദി ഇവരോട് ഉപദേശിക്കും ചില ഉപദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സത്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ന്യായാധിപൻ സ്ത്രീയെയും പുരുഷനെയും ഒക്കെ ഉപദേശിക്കണം. എന്താ പറയേണ്ടത്? അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു സ്ത്രീ, ഉദ്ഖിലത്ത് അലാ ഖൗമിൻ, ആ പെണ്ണ് അദ്ഖലത്ത് അലാ ഖൗമിൻ മൻ ലൈസ മിൻഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലാത്ത ഒരാളെ, അഥവാ ഏതെങ്കിലും ഒരാളെ അന്യനായ ഒരാളുമായി ബന്ധപ്പെട്ടുവെങ്കിൽ, ഫലൈസത്ത് മിനല്ലാഹി ഫീ ശൈഅ, അല്ലാഹുവിന്റെ കാര്യത്തിൽ അവൾ ഒന്നുമല്ല, അവളുടെ കാര്യം പിന്നെ വളരെ പോക്കാണ്. വലൻ യുദ്ഖിലഹല്ലാഹുൽ ജന്ന, സ്വർഗം അവളുടെ മേൽ നിഷിദ്ധമാണ്, അള്ളാഹു അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ പുരുഷനോടും പറയാണ്, വഅയ്യുമാ റജുലിൻ, ഏതെങ്കിലും ഒരു പുരുഷൻ, ജഹദ വലദഹു വഹുവ യൻളുറു ഇലൈഹി, തൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അത് എൻ്റെ കുട്ടിയല്ല എന്ന് പറയുന്നുവെങ്കിൽ, അതും കാരണമാകാമല്ലോ. വ്യഭിചരിക്കുന്നത് കണ്ടതുമാവാം. അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, ഇവളുമായി ബന്ധപ്പെട്ടിട്ടില്ല, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയാകുമ്പോൾ ഭർത്താവിന് പറയാലോ അതെന്റെ ഗർഭമല്ല, ഞാനല്ല അതിന് ഉത്തരവാദി, അവൾ വ്യഭിചരിച്ചതാണ്. അക്കാരണം വരുമ്പോഴും ഇതേ സംഗതി തന്നെയാണ് വരുന്നത്. അവിടെയും അല്ലാഹു തആല റസൂലിലൂടെ പഠിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു പുരുഷൻ തന്നെ സന്തതിയെ നോക്കിയിട്ട് അത് തൻ്റെതല്ല എന്ന് നിഷേധിച്ചാൽ, യഹ്തജബല്ലാഹു മിൻഹു, അല്ലാഹു അവനെ തൊട്ട് മറയിടും എന്ന് പറഞ്ഞാൽ ആളെ പരലോകത്ത് റബ്ബിന് അവനെ കാണാൻ കഴിയൂല. വഫല്ലഹു അലാ റൂസിൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മുന്നിൽ അവൻ വഷളാക്കപ്പെടും. അപ്പൊ ഇതിനൊരുങ്ങുമ്പോ 2 കൂട്ടരോടും ഗൗരവത്തോടെ ഇസ്ലാം ഇത് പറയുന്നുണ്ട്. കളിയല്ല, ഇങ്ങനെ സത്യം ചെയ്ത് സാക്ഷി ചെയ്താൻ പറഞ്ഞാൽ പോയാ പോരാ, ഗൗരവമാണ് നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം എന്നൊക്കെ ന്യായാധിപൻ അവരോട് ഉപദേശിക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെ 2 കൂട്ടരും പറഞ്ഞാൽ 2-ൽ ഒരാൾ നുണയ പറയുന്നതെന്ന് ഉറപ്പല്ലേ? 2-ൽ 2ഉം കൂടി ശരിയാവില്ലല്ലോ. പുരുഷന് ഇതങ്ങനെ പറഞ്ഞു, പെണ്ണും അതന്നെയാണ് പറയാണ്. 2-ൽ ഒരാൾ കളവാ പറയുന്നത്, ന്യായാധിപൻ എന്ത് നിവൃത്തിയുണ്ട്? വല്ല നിവൃത്തിയുണ്ടോ? ഇസ്ലാമികമായിട്ട് 2-ൽ ഒരാൾ ഇവിടെ നുണയ പറയുന്നത് എന്ന് ഉറപ്പാണ്. പക്ഷേ ആ ഖാദിക്ക്, ഇസ്ലാമിക ഭരണാധികാരിക്ക് ഇവരിൽ 2-ൽ ഒരാളിൽ ആരാ കളവ് പറയുന്നത്, ആരാ നേര് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വകുപ്പൊന്നുമില്ലല്ലോ. മനുഷ്യന്റെ മനസ്സറിയുന്നവൻ ആര് മാത്രാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ സംഭവം ആയത്താണ്ട് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൻസറഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹാ, ആ ഭാര്യയുടെ സമീപത്തേക്ക് തിരിഞ്ഞു. ഫജാഅ ഹിലാൽ, ഹിലാൽ റളിയല്ലാഹു തആല അൻഹു ഉടനെ വന്നിട്ട് ഫശഹിദ, അദ്ദേഹം ഇതുപോലെ ചെയ്തു. 4 വട്ടം സാക്ഷി പറഞ്ഞു.
അഞ്ചാമത്തെ തവണ അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, പറയുന്നത് കളവാണെങ്കിൽ അള്ളാന്റെ ശാപമുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാന്റെ റസൂൽ അവിടെ വെച്ചും പറഞ്ഞു, പിന്നെയും പറയാണ്, ഇന്നല്ലാഹ യഅലമു, നിശ്ചയം അള്ളാഹുവിന് നന്നായി അറിയാം കേട്ടോ. നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കണം, നിശ്ചയം അള്ളാഹു നന്നായി അറിയുന്നവനാണ്. കാദിബുൻ, നിങ്ങൾ രണ്ടിൽ ഒരാൾ കളവാണ് പറയുന്നത്, നിങ്ങൾ രണ്ടിൽ ഒരാൾ കളവ് പറയുന്നുണ്ട്, അത് അള്ളാഹ്ക്കറിയാം, എനിക്കറിയാൻ പറ്റൂല. കണ്ടോ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യം എനിക്കറിയാൻ പറ്റും എന്നല്ല. ഇവിടെ സാന്ദർഭികമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മഹാത്മാക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവര് പറയുന്നു, ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ, ഞങ്ങൾ മമ്പറത്തങ്ങളെ വിളിച്ചാൽ, അതുപോലെയുള്ള റബ്ബല്ലാത്ത ആളുകളെ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ വിളി അവർ കേൾക്കും, ഞങ്ങളുടെ സംസാരം അവർ കേൾക്കും, ഞങ്ങളെ അവർ കാണുന്നുണ്ട്. എത്രത്തോളം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ വരെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും വീട്ടിൽ ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല, മുഹീദ്ദീൻ ശൈഖിന്റെ അപദാനങ്ങളും മുഹീദ്ദീൻ ശൈഖിന്റെ പ്രശസ്തികളും മുഹീദ്ദീൻ ശൈഖിന്റെ പ്രശംസകളുമൊക്കെ കോർത്തിണക്കി എന്ന് പറയുന്ന പട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ മാലപ്പാട്ട് എന്ന് പറയുന്ന പദ്യത്തിന്റെ സമാഹാരം, ആ അറബി മലയാളത്തിലുള്ള പാട്ടിലുള്ള വരികളാണ് നിങ്ങൾ കേട്ടത്. മുഹീദ്ദീൻ ശൈഖിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ എനിക്ക് കാണാൻ കഴിയും. ഏതുപോലെ ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും പോലെ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യം കാണാൻ കഴിയും. അപ്പൊ ബഗ്ദാദിലെ ഖബറിൽ കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ലോകത്തുള്ള മനുഷ്യന്മാരുടെയൊക്കെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് പോലെ ശൈഖ് അവർക്ക് കാണാൻ കഴിയുമെന്നാണ് മുഹീദ്ദീൻ മാലപ്പാട്ടിൽ എഴുതി വെച്ചത്. അതുകൊണ്ടും തീർന്നില്ല, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും, കണ്ണിൽ കാണാത്ത സ്ഥലത്തുള്ളതും കൽബിന്റെ അകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ എനിക്ക് പറയാൻ കഴിയും, എനിക്കതൊക്കെ കാണാതെ പറയാൻ കഴിയും എന്ന് ജീലാനി പറഞ്ഞു എന്നാണ് ആ മാലപ്പാട്ടുകാരൻ അവകാശപ്പെടുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുന്നികൾ എന്ന് വെറുതെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ ചര്യയിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുള്ള കക്ഷികൾ ചൊല്ലുന്ന, ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന പാട്ടിൽ ശൈഖ് ജീലാനിയെ കുറിച്ച് പ്രശംസയായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം, ശൈഖ് ജീലാനി എല്ലാരെയും കൽബ് കാണും, കൽബകത്തുള്ളത് കാണും, ഏതുപോലെ കുപ്പിക്കകത്തുള്ള ദ്രാവകം കാണും പോലെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ആര്? ഹിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഭാര്യയുണ്ട്. അവിടെ വെച്ച് സത്യം ചെയ്യുകയാണ് രണ്ടാളും സത്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അള്ളാന്റെ റസൂൽ ഹിലാൽ റളിയല്ലാഹു അൻഹുവിനോടും രണ്ടാളോടും പറയാണ്, ഇന്നല്ലാഹ യഅലമു അന്നഹദകുമാ കാദിബുൻ, നിശ്ചയം നിങ്ങൾ അറിയണം, അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ, അന്നഹദകുമാ കാദിബുൻ, നിങ്ങളിൽ രണ്ടിൽ ഒരാൾ നുണയാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയൂല, പക്ഷേ അള്ളാഹ്ക്ക് അറിയും കേട്ടോ. എന്റെ മുമ്പിന്നേ നിങ്ങൾ രക്ഷപ്പെടൂ, അള്ളാന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടൂല. അതുകൊണ്ട് റസൂലുള്ളാഹി അവരോട് രണ്ടാളോടും ചോദിക്കുകയാണ്, ഫഹൽ മിൻകുമാ തായിബുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ തൗബ ചെയ്യാൻ ഒരുക്കമുള്ളവരുണ്ടോ? തൗബ ചെയ്ത് മാറാൻ തയ്യാറുണ്ടോ? നല്ലോണം ഓർത്തിട്ട് പറഞ്ഞാൽ മതി, പശ്ചാത്തപിച്ച് മടങ്ങി ഞങ്ങൾക്ക് നല്ലത്. അതല്ല, നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലൊരാൾക്ക് കുറ്റം സ്ഥിരപ്പെടും, പരലോകത്ത് റബ്ബിന്റെ ശാപമാണ് ഉണ്ടാവുക. നല്ലോണം ഓർക്കണം, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പക്ഷേ ആരും അവരവരുടെ വാദത്തിൽ നിന്ന് പിറകോട്ട് പോയില്ല. ഫശഹിദത്ത്, ആ പെണ്ണും സാക്ഷി പറഞ്ഞു, ഹിലാൽ റളിയല്ലാഹു അൻഹു സാക്ഷി പറഞ്ഞു, ആ സഹാബ വനിതയും എന്ത് ചെയ്തു? സാക്ഷി പറഞ്ഞു. പിന്നെ അള്ളാന്റെ റസൂലിന് നടപടിയൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. രണ്ടിൽ ഒരാൾ തെറ്റിയിട്ടുണ്ട്, പക്ഷെ ആരുടെ മേലെ നടപടി എടുക്കുക? ബാഹ്യമനുസരിച്ചല്ലേ. ഏതൊരു കേസിലും അള്ളാന്റെ റസൂലായാലും അമ്പിയാക്കൾക്കൊക്കെ ഏതൊരു കാലഘട്ടത്തിലും എന്തേ നിവൃത്തിയുള്ളൂ? ബാഹ്യമനുസരിച്ച് വിധി പറയാൻ പറ്റൂ.
രഹസ്യം ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയൂ. മഹാന്മാരായ ഇസ്ലാമികമായ തത്വങ്ങളൊക്കെ പഠിപ്പിച്ച തത്വം എന്താണ്? നഹ്നു നഹ്കുമു ബിൽളവാഹിർ വല്ലാഹു യതവല്ല സറായിർ. നമ്മൾ ബാഹ്യമനുസരിച്ചേ വിധിക്കുകയുള്ളൂ, നമുക്കതിനെ നിവൃത്തിയുള്ളൂ. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യങ്ങളെ ആരേറ്റെടുത്തോളും? അള്ളാഹു ഏറ്റെടുത്തോളും, നമുക്ക് നിവൃത്തിയില്ലല്ലോ എന്നാണ്. അപ്പൊ ഇതാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും പ്രസിദ്ധമായ ലിആൻ എന്ന് പറയുന്ന ഈ സംഭവം. ഇതാണ്. ഇങ്ങനെ ഒരാൾ പറയുന്നതോടുകൂടി സഹോദരന്മാരെ എന്തായി? ദമ്പതികൾ ഇപ്രകാരം ശാപപ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ വിവാഹബന്ധം സ്വന്തം തന്നെ വേർപെട്ടു. പിന്നെ ഭർത്താവ് പറയണ്ട ഞാൻ നിന്നെ മൊഴി ചൊല്ലി എന്നൊന്നും പറയണ്ട. ഭാര്യ അങ്ങട്ട് മഹർ തിരിച്ചു കൊടുത്ത് എന്നെ ഒഴിവാക്കി തന്നാളാ എന്ന ഖുൽഉം പറയേണ്ട. വിവാഹം ദുർബലപ്പെടുത്തി എന്ന് അത് വാചകമായിട്ട് പുരുഷന്റെ ഭാഗത്തുനിന്നോ സ്ത്രീയുടെ ഭാഗത്തുനിന്നോ അതും പറയേണ്ട. പിന്നെ എന്തേ വേണ്ടു? ഇത് പറഞ്ഞു പൂർത്തിയാകുന്നതോടുകൂടി എന്തായി? അവര് പിന്നെ എന്നേക്കുമായി ഒഴിവായി. പിന്നെ ഒരു കാലത്തും ഇനി മടങ്ങാൻ പറ്റൂല. അബദൻ ഒരു കാലത്തും ഇനി അവർക്ക് പരസ്പരം ദമ്പതിമാരായി ജീവിക്കാനോ മടക്കിയെടുക്കാനോ അനുവാദമല്ല. കാരണം ഇനിയും അവർ ചിലപ്പോ മടക്കിയെടുത്താൽ ചിലപ്പോ ഒരാളെ മറ്റാളെ കൊന്നുകളയും. അതിനു വേണ്ടി അവൻ തിരിച്ചെടുക്കണമെങ്കിലോ അവളെ ഒന്നും കൂടി തിരിച്ചെടുക്കണം. എന്തിന്? വിടൂല, ഞാൻ അവളെ കൊല്ലും ഞാൻ എന്നും പറഞ്ഞിട്ട് എൻ്റെ ഉപ്പും ചോറും തന്നിട്ട് അവൾ വേറൊരാളെ കൂടെ പോയില്ലേ, കൊല്ലും ഞാൻ എന്ന നിലക്ക്. അതിന് ഇസ്ലാം എന്ത് ചെയ്തു? അങ്ങനെ തിരിച്ചെടുക്കാൻ ഞാൻ അവകാശം തന്നെയല്ല. അങ്ങനെ ഒരു കാലത്തേക്കും ഇനി അവർക്ക് ഒന്നിക്കാൻ അവകാശമില്ല. ഇനിയിപ്പോ ശാപപ്രാർത്ഥന നടത്തിക്കൊള്ളണമെന്ന് നിയമമുണ്ടോ? എന്തിങ്ങനെ കണ്ട ഒരാൾക്ക് ശാപപ്രാർത്ഥന നടത്തണം എന്നൊരു നിയമമുണ്ടോ ഇസ്ലാമിൽ? അതൊന്നുമില്ല. ഒരാളങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാകാതിരിക്കാൻ അയാൾ അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല. ശാപപ്രാർത്ഥന നടത്താത്ത പക്ഷം ഒരാൾ ശാപപ്രാർത്ഥന നടത്തണില്ല. ഭാര്യ വ്യഭിചരിച്ചു എന്ന ഏക കാരണത്താൽ തൊലാക്ക് പോവുമോ? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എൻ്റെ ഭാര്യ വ്യഭിചരിച്ചു, ഉറപ്പാണ്, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ അവളോട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചെയ്തു, ശരി, ഞാനത് മാപ്പാക്കി, ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഭാര്യ ഭർത്താക്കളായി ജീവിക്കാൻ വിചാരിക്കുന്നു. എന്താണ് വിധി? തൊലാക്ക് പോകുമോ? ഇല്ല. പുറത്തു കൊടുക്കാൻ തയ്യാറാണോ? അവർ തമ്മിൽ രമ്യതയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഇസ്ലാം പറയുന്നു എന്ത്? ഓക്കെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കളായി ജീവിച്ചോളൂ. അതല്ല ഈ രൂപത്തിൽ പിടിച്ച് ശടിച്ച് നിൽക്കുന്നേണ്, എനിക്ക് പറ്റൂല എങ്കിൽ ഇതാണ് നിയമം, ഇങ്ങനെ ശപിച്ചു പിരിയണം, അല്ലെങ്കിൽ അവർ കുറ്റക്കാരായി മാറും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇങ്ങനെയൊക്കെ രണ്ടിലൊരു കൂട്ടര് നുണ പറഞ്ഞിട്ടും ഈ ലോകത്ത് ശിക്ഷയൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരും വിചാരിക്കണ്ട ഞാൻ രക്ഷപ്പെട്ടു എന്നും. അല്ലാഹു ഇതിന്റെ അവസാനം പറഞ്ഞ ആയത്ത് ശ്രദ്ധിക്കണം. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ റബ്ബിന്റെ ഔദാര്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, അല്ലാഹ് ഏറെ തൗബ സ്വീകരിക്കുന്നവനും എല്ലാം അറിയുന്ന അഗാധമായ അറിവുള്ളവനുമാണ്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. പടച്ചോൻ ഇവിടുന്ന് തന്നെയാണ് ശിക്ഷിക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെയാണ് കിട്ടുമായിരുന്നു. അപ്പൊ അത്ര ഗുരുതരമാണെന്ത് വ്യഭിചാരോപണം പറയുക എന്നുള്ളത്. അപ്പൊ അത് ദമ്പതികൾക്കിടയിലാകുമ്പോ അങ്ങനെ 4 സാക്ഷിയെ തെരഞ്ഞു പോകാൻ പറ്റൂലല്ലോ. ആ ഒരവസ്ഥയിൽ ഇങ്ങനെ പരസ്പരം ശപിച്ച് പിരിഞ്ഞ് വിവാഹബന്ധം വേർപ്പെടുന്നതിന്റെ പേരാണ് ലിആൻ. ലഅനത്ത് എന്നുള്ളതാണ് ലിആൻ. അതാണ് ലഅനത്ത്. പരസ്പരം ശപിച്ചാണ് പിരിയാണ്. പിന്നെ അതിൽ വേറെ വർത്താനൊന്നുമില്ല. അതോടുകൂടി അവരുടെ ബന്ധം അങ്ങോട്ട് അവസാനിക്കും. ഇനി സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പുരുഷൻ കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കുമ്പോ പുരുഷൻ പറയണേ എന്റെ കുട്ടിയല്ല, കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതെന്റെ കുട്ടിയല്ല എന്ന് പറയണ. കാരണം ഇവൻ വന്ന് നോക്കുമ്പോൾ കുട്ടിയുണ്ട്, ഇവൻ പോയിട്ട് കാലം കുറെ ആയിട്ടുമുണ്ട്. അങ്ങനത്തെ ഘട്ടത്തിലൂടെ വിചരിക്കുന്നത് കാണുന്നുമുണ്ടല്ലോ. തെളിവ് തന്നെയല്ലേ. അപ്പൊ അത്തരം ഘട്ടങ്ങളിലും ഈ ലിആൻ ബാധകാവും. അത്തരം ഘട്ടങ്ങളിലും ഈ ലിആൻ നടത്തിയാൽ കുട്ടിയും അയാളും തമ്മിൽ പിന്നെ ബന്ധമില്ലാതായി. പിന്നെ അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾ പറഞ്ഞില്ലേ, അയാളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു അയാൾ സാക്ഷി നിൽക്കുന്നതോടുകൂടി ഈ കുട്ടി പിന്നെ അയാൾക്ക് ചേർത്ത് പറയാൻ പിന്നെ പാടില്ല. ആ കുട്ടിക്ക് അയാൾ ചെലവ് നൽകാനും ബാധ്യസ്ഥനല്ല. അവർക്കിടയിൽ അനന്തരാവകാശവും ഉണ്ടായിരിക്കൂല. കുട്ടി ആരോട് ചേർക്കപ്പെടും? ഉമ്മയോട് ചേർക്കപ്പെടും. കുട്ടി ആ മാതാവിന്റെ കുട്ടി. അവൾ അവനില്ലെന്നും അവൻ അവളില്ലെന്നും അനന്തരെടുക്കും. ഈ കുട്ടിക്ക് ഇനി അനന്തരം കിട്ടും. അമ്മ മരിച്ചാൽ ഈ കുട്ടിക്ക് അനന്തരം കിട്ടും. വാപ്പ മരിച്ചാലോ കിട്ടൂല, ആ വാപ്പയല്ല. ഈ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാക്ക് മകൻ എന്ന നിലക്ക് അനന്തരം കിട്ടും. ഈ ബാപ്പ കിട്ടുമോ? കിട്ടൂല. അതവര് ശപിച്ച് പിരിഞ്ഞില്ലേ.
അതോടുകൂടെ മകൻ അല്ലാതായി മാറിയിട്ടുണ്ട്. ഇത്ര ഗുരുതരമാണ് ആ കാര്യം. മാത്രല്ല, ഇനിയും മനസ്സിലാക്കണം, ഇസ്ലാം എത്രത്തോളം പറയുന്നു, ഇനി ആരെങ്കിലും അവന്റെ പേരിൽ അവളെ വ്യഭിചാരം ആരോപിച്ചാലോ, നോക്കണം, അപ്പൊ അങ്ങനെ ഒരു വ്യഭിചാര സന്തതി എന്ന് പറഞ്ഞിട്ട് ലിയാൻ നടത്തി പിരിഞ്ഞു, അങ്ങനെ ആ കുട്ടിനെ നോക്കിയിട്ട് ഒരാൾ പറയും ഇവൻ ജാരസന്താനാണ് എന്നൊരാൾ പറഞ്ഞാലോ, ആ കുട്ടിയെ നോക്കിയിട്ട് ഒരാള് ആ പെണ്ണിന്റെ പേരിൽ ആരോപണം പറഞ്ഞാൽ അയാൾക്ക് 50 അടി കിട്ടുമെന്ന്. കുട്ടിയുടെ കാരണം പറഞ്ഞിട്ട് ആ കുട്ടി കണ്ടോ ജാരസന്താനാണ്, ആ കുട്ടി വ്യഭിചരിച്ചിട്ട് പിന്നെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്, അവന്റെ പേരിൽ ആ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഇനി ആരെങ്കിലും വ്യഭിചാരം ആരോപിച്ചാൽ ആരോപിച്ചവന് 80 അടി അടിക്കണം. കാരണം എന്താ, ശാപപ്രാർത്ഥന നടത്തി പിരിയുന്നതോടുകൂടി ആ പെണ്ണ് പിന്നെ പതിവ്രതയുടെ ഗണത്തിലാണ് പെടുന്നത്. അവള് പിന്നെ ശുദ്ധയായി. അവളുടെ പേരിൽ നമുക്ക് വേറൊന്നും പറയാൻ വകുപ്പ് ഇല്ല. അവൾ പറഞ്ഞത് നേരോ തെറ്റോ എന്ന് ആര് തീരുമാനിച്ചോളും? അള്ളാഹു തീരുമാനിച്ചോളും. ദുന്യാവിൽ പിന്നെ ആ പെണ്ണിനെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ വകുപ്പില്ല. കാരണം അങ്ങനെ അല്ലാന്ന് അവൾ വിചാരിയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലല്ലോ. അതിനാൽ ആരോപിച്ചവന്റെ മേൽ ശിക്ഷ അപ്പോഴും നിർബന്ധമാകും. അവളുടെ കുട്ടിയുടെ നേരെ ആരോപണം ഉന്നയിച്ചാലും ഉമ്മയുടെ നേരെ ഉന്നയിച്ചതുപോലെ തന്നെ ശിക്ഷ നിർബന്ധമാകും. അവിടെ ഈ കുട്ടി ഇപ്പം വ്യഭിചാര കുട്ടിയാണ്, അപ്പൊ ആ കുട്ടിയുടെ പേരിൽ പറഞ്ഞാലും ഇവനിക്ക് ആ ശിക്ഷ കിട്ടും. അത്ര ഗൗരവമായി ഇസ്ലാം ലിആൻ എന്ന് പറയുന്ന ഈ നിയമത്തെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ലിആൻ എന്ന് പറയുന്നത് അത്ര ഗുരുതരമായ സംഗതിക്ക് നടത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആരുടെ മേലും തമാശയായിട്ട് പോലും ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസ് പറയാൻ പാടില്ല. ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടം. ആളുകൾക്ക് വേറെ എന്ത് പറയാനും പേടിയുണ്ട്, പക്ഷെ ഒരാളുടെ മേൽ ലൈംഗികാപവാദം പറയാൻ ഭയങ്കര ഹരമാണ്. നന്നായി ഭയപ്പെട്ടുകൊള്ളുക. ദുന്യാവിലും ആഖിറത്തിലും ശാപം കിട്ടുന്ന ശാപഹേതുവായ ഭീകരമായ കുറ്റമാണ് വ്യഭിചാരാരോപണം ഉന്നയിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വേർപിരിയുന്ന മറ്റൊരു രീതി. അതിനാണ് ലിആൻ എന്ന് ഫുഖഹാക്കൾ അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്ലാമിക സാങ്കേതിക പ്രയോഗം എന്ന നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതായത്, നിർബന്ധിതനായ ഒരു മനുഷ്യൻ, അയാൾ നിർബന്ധിക്കപ്പെട്ടു എന്തിന്? ത്വലാഖ് ചൊല്ലാൻ. എങ്കിൽ ആ ത്വലാഖ് സാധുവാകുമോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ത്വലാഖുൽ മുക്റഹ്, ഒരാൾ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമ്മർദ്ദത്തിന് വിധേയമായാൽ പിന്നെ അയാളുടെ ഇച്ഛയും അയാളുടെ സ്വാതന്ത്ര്യമൊന്നും അല്ലല്ലോ പിന്നെ നടക്കുക. കൊല്ലു തന്നെ അല്ലെ ത്വലാഖ് കൊടുത്തോളണം എന്നിങ്ങനെ ഒരാൾ നിർബന്ധിച്ചാണ് ത്വലാഖിൽ, എന്താകും? ഒരു തീരെ താല്പര്യമില്ല, കൊന്നുകളയുന്നു പേടിച്ചിട്ട് ഇവൻ ത്വലാഖ് ചൊല്ലിയതാണ്. ത്വലാഖ് സംഭവിക്കുമോ? ഇസ്ലാമികമായ നിയമം അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരാൾ കാഫിറാകും ഇപ്പോ കുഫറിന്റെ വാചകം പറഞ്ഞാൽ, അല്ലെ? ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. കാഫിറായി തീരുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്നുണ്ടായാൽ ഒരാൾ സ്വാഭാവികമായും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകും. അത് പറഞ്ഞിടത്തും അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിൽ 106-ാമത്തെ ആയത്തിൽ കാണാം, ഇല്ലാ മൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവൻ കാഫിറാവൂല. വഖൽബുഹു, ഏത് സ്ഥിതിയിൽ? അവന്റെ ഹൃദയം അപ്പോഴും മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ശാന്തമാണ്. അവന്റെ ഹൃദയത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കൊന്നുകളയും തന്നെ. ഇപ്പൊ നീ അല്ലാഹ് ഇല്ലാന്നൊക്കെ പറയണം എന്നും പറഞ്ഞു അവനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഇപ്പൊ നിന്റെ തലൻ വിട്ടും. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഒരാൾ കുഫറിന്റെ വാചകം ഉച്ചരിച്ചാൽ അയാൾ കാഫിറാകുമോ? കാഫിറാകൂല എന്നാണ് ഇസ്ലാമിന്റെ നയം. കാഫിറാകൂല. അതേ മസലയാണ് ഇവിടെയും പണ്ഡിതന്മാരെടുത്തു കൊണ്ടുവന്നത്. എന്ത്? നിർബന്ധിക്കപ്പെട്ട ഒരുത്തൻ ഇപ്പൊ എന്റെ മോളെ ത്വലാഖ് ചൊല്ലിക്കൊള്ളണം, എന്റെ പെങ്ങളെ ത്വലാഖ് ചൊല്ലിക്കൊള്ളണം, അല്ലെങ്കിൽ ഇന്നവളെ ത്വലാഖ് ചൊല്ലിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിന്റെ പെരടിയിൽ തല കാണില്ല, എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ അവൻ ത്വലാഖാണ് നിർബന്ധിക്കപ്പെട്ട് ചൊല്ലുകയാണ്. അവന്റെ മനസ്സിൽ അല്പം പോലും ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലണം എന്ന് അവന് നിയത്ത് ഇല്ല. എങ്കിൽ ആ ത്വലാഖ് സാധുവാകില്ല. ആ ത്വലാഖ് പോകൂല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ത്വലാഖ് പോകൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു, ഇന്നല്ലാഹ വളഅ അൻ ഉമ്മതി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി. എൻ്റെ സമുദായത്തിൽ നിന്ന് അല്ലാഹു വിടുതൽ ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്
ഏതൊക്കെയാൽ ഖതഅ, അബദ്ധം സംഭവിച്ചാൽ, അബദ്ധത്തിൽ ഒരു കാര്യം സംഭവിച്ചാൽ അല്ലാഹു അതിനെ എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. വന്നിസിയാന, മറവി മുഖേനയും. ഒരാൾ മറന്നുപോയി, അതിനും അല്ലാഹു ശിക്ഷിക്കുകയില്ല. മൂന്നാമത് പറഞ്ഞത് നോക്കൂ, വമസ്തുക്രിഹു അലൈഹി, ഒരു കാര്യത്തിന് ഒരാൾ സമ്മർദ്ദം തന്ത്രം, ഒരാൾ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക് സ്വാതന്ത്ര്യമില്ല, അയാളല്ല അത് ചെയ്യുന്നത്, അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക് എന്തില്ല, കുറ്റമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ സംശയമൊന്നുമില്ല. സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരാൾ ത്വലാഖ് ചൊല്ലി അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, അയാളുടെ ജീവൻ പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ അയാൾ അങ്ങനെ ചെയ്താൽ അയാളെ ത്വലാഖ് എന്താവൂല, സാധുവാവും. രണ്ടാമത്തെ ഒരു മസല കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്വലാഖുസ് സക്രാൻ, ലഹരി ബാധിതൻ സ്വബോധമില്ലാതെ വന്നൊരു ത്വലാഖിൽ കള്ളു കുടിച്ചു വന്ന് മൂക്കറ്റം മദ്യപിച്ചിരിക്കുന്നു, ലക്കും ലഗാനും ബോധമൊന്നുമില്ല, അവനും ഉമ്മയും പെങ്ങളും ഒക്കെ ഭാര്യ തന്നെയാണ്, അല്ലെങ്കിൽ ഭാര്യ ചിലപ്പോൾ ഉമ്മയാണ്, ആ യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ ലക്കും ലഗാനും കുടിച്ച് പൂസായവൻ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയണത് എന്താണെന്നറിയോ, ത്വലാഖാണ് പോകുന്ന. കാരണം എന്താ, അവനാൻ്റെ സ്വബുദ്ധി കാശും കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയെ അവൻ തന്നെ മനഃപൂർവ്വം വികലാക്കിയതല്ലേ, അതിനുള്ളൊരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക് പോണവൻ്റെ ത്വലാഖ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അതേ അവസരത്തിൽ നല്ലൊരു വിഭാഗം, വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണ് ഇത് സംഭവിക്കൂല, കാരണം അവന് സ്വബോധമല്ലല്ലോ. കാരണം ഒരു തെളിവ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ മദ്യം നിരോധിക്കുന്ന നിയമം ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അല്ലാഹു തആല പറഞ്ഞൊരു വചനമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത്, വഅൻതും സുക്കാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായ നിലക്ക്. എന്നിട്ട് എന്താ കാരണം പറഞ്ഞത്, ഹത്താ തഅലമൂ മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നത് വരെ. അപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് ബോധമല്ലാതെയാണ് പറയുക, സ്വബോധത്തോടുകൂടെ അല്ല സംസാരിക്കുക. അതുകൊണ്ട് സ്വബോധമില്ലാതെ ലഹരി ബാധിച്ച് ലഹരിയുടെ ആ മദ്യത്തിൻ്റെ ആ പ്രത്യേകമായ രൂപത്തിലുള്ള അവസ്ഥയിലാണ് ഒരാൾ അങ്ങനെ ത്വലാഖ് ചൊല്ലുന്നതെങ്കിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയാണ്, രണ്ട് വീക്ഷണം ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും എനിക്കതിൽ ഏറ്റവും ശരിയായി തോന്നുന്നത് ലാ യഖഉ ത്വലാഖുഹു, ത്വലാഖ് സംഭവിക്കൂല എന്നാണ്. മാത്രമല്ല അദ്ദേഹം പിന്നീട് എടുത്തു പറയാണ്, വഹാദാ സാബിത്തുൻ അൻ അമീരിൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിധിയാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വലം യസ്ബുത് അനി സ്വഹാബ, മറ്റു സഹാബിമാരിൽ നിന്ന് ആരിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല ഖിലാഫഹു, അദ്ദേഹത്തിന്റെ ഫത്വക്ക് വിരുദ്ധമായത്. അതുകൊണ്ട് ഫീമാ അഅലമു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ് കാര്യം, സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. വഹുവ ഖൗലു കസീരിൻ മിനസ് സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ നല്ലൊരു ശതമാനം ധാരാളം ആളുകളുടെ വാദം അഭിപ്രായം അത് തന്നെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വഗൈരിഹി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അതുപോലെയുള്ള ആളുകളൊക്കെ ആ വീക്ഷണക്കാരാണ് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അദ്ദേഹം വീണ്ടും പറയാണ്, വമൻ തഅമ്മല ഉസൂല ശരീഅ വ മഖാസിദഹാ, ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിലെ ഓരോ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളുമൊക്കെ ഒരാൾ ചിന്തിച്ചു നോക്കിയാൽ തബയ്യന ലഹു, അയാൾക്ക് വ്യക്തമായും മനസ്സിലാകും, അന്ന ഹാദൽ ഖൗൽ, ഈ ത്വലാഖ് സംഭവിക്കില്ലെന്ന് പറയുന്ന ഈ പക്ഷക്കാരാണ്, ഈ പക്ഷമാണ് ഹുവസ് സവാബു, ശരിയായ പക്ഷമെന്ന്. വഅന്ന ഈഖാഅ ത്വലാഖി ബിസ്സക്റാനി, ലഹരി ബാധിതന്റെ ത്വലാഖ് സംഭവിക്കുമെന്ന് പറയുന്ന വാക്ക്, അതിൽ ഖൗലുൻ ലൈസ ലഹു ഹുജ്ജത്തുൻ സഹീഹത്തുൻ യുഅ്തമദു അലൈഹാ, അവലംബയോഗ്യമായ നിലക്ക് ശരിയായ ഒരു തെളിവ് അതിന് പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ വീക്ഷണം എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മജ്മുഉ ഫതാവ എന്ന ഫത്വകളുടെ സമാഹാര ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വീക്ഷണം ആ വിഷയത്തിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായിരുന്നാലും ഇസ്ലാം വളരെ ഗൗരവതരമായി ഗൗരവത്തോടുകൂടെ കാണുന്ന ബന്ധമാണ് ദാമ്പത്യം. അതിൻ്റെ വേർപിരിയലും അതിൻ്റെ നിയമങ്ങളും ഒക്കെ വളരെ കർക്കശമാണ്, വളരെ ചിന്തിച്ചും ആലോചിച്ചും നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആ രീതിയിലല്ലാതെ വളരെ ലാഘവത്വത്തോടുകൂടി ഒരു കളിയും തമാശയും നടത്തുന്ന രൂപത്തിൽ നടത്തേണ്ട കാര്യങ്ങളല്ല വിവാഹവും വിവാഹമോചനവുമെന്നും. തമാശക്കായിട്ട് ഇങ്ങനെ ഞാൻ മൊഴിചൊല്ലിയെന്ന് അതുപോലും ശരിയാകുമെന്നാണ് ഞാൻ മൊഴിചൊല്ലിയെന്ന് തമാശക്കാണ് പറയുക, ചിലപ്പോൾ അതും ഗൗരവമാണ്, അങ്ങനെ കളിക്കേണ്ട സംഗതി അല്ല ത്വലാഖ് എന്നവരെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ നിയമങ്ങളെ അതിൻ്റെ ഗൗരവത്തോടുകൂടെ കാണുക, മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഈ ഗൗരവങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികളെ അവർ അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് കൃത്യമായി തന്നെ അവരുടെ നേരിടാൻ നാം സജ്ജരാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൃത്യമായ ഇസ്ലാമിക ശരീഅത്ത് അതെല്ലാ കാലഘട്ടത്തിലേക്കും യോജിച്ചതാണ്. അതിൽ ഒരു ന്യൂനതകളുമില്ല, അതിൽ ഒരു പോരായ്മകളുമില്ല. പോരായ്മകളും ന്യൂനതകളുമൊക്കെ അതിൻ്റെ വക്താക്കളാണെന്ന് പറയുന്ന ആളുകളിലാണുള്ളത്. നിയമങ്ങൾക്കൊരു പോരായ്മയും ന്യൂനതകളുമില്ല. കാരണം അത് അവതരിപ്പിച്ചിട്ടുള്ളത് ഹക്കീമും ഹമീദുമായ റബ്ബിൽ നിന്നാണ്. തൻസീലും ബിൻ ഹക്കീമിൻ ഹമീദ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൻ്റെ തെളിമയും അതിൻ്റെ ഉജ്ജ്വലതയും അതെല്ലാ കാലഘട്ടങ്ങളിലേക്കും യോജിച്ചതാണുമുള്ള അതിൻ്റെ ആ കൃത്യത, അതിൻ്റെ വ്യക്തത, അതിൻ്റെ സ്പഷ്ടത, അതിൻ്റെ അജയ്യത വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ തന്നെ ഉറച്ചു മുന്നേറുവാൻ സർവ്വവിധ തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.